കേരളത്തിൻ്റെ സമരചരിത്രങ്ങളിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കുകയാണ് ആശാപ്രവർത്തകർ നടത്തുന്ന സമരയാത്ര. കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരയാത്ര ആലപ്പുഴയുടെ വിപ്ലവ ഭൂമിയിൽ ജൂൺ 5, 6, 7 തീയതികളിൽ എത്തിച്ചേരുകയാണ്. ഈ ജാഥയെ സ്വീകരിക്കാൻ, ഈ ജാഥയ്ക്ക് സമുചിതമായ സ്വീകരണങ്ങൾ നൽകുവാൻ ആലപ്പുഴയിലെ പൊതുസമൂഹം തയ്യാറായിരിക്കുകയാണ്. ആലപ്പുഴയിൽ എത്തുന്ന ജാഥയ്ക്ക് ഉജ്ജ്വലമായ സ്വീകരണം നൽകുവാനായി വിവിധ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള ആളുകൾ ഒത്തുചേർന്ന് അതിനായൊരു സ്വാഗത സംഘം തന്നെ രൂപീകരിക്കുകയുണ്ടായി. അധികാരികൾ കണ്ണും കാതും കൊട്ടിയടച്ച ഈ സമരം ജനങ്ങളിലേക്ക് എത്തിക്കുക, പണ്ട് മഹാനായ AKG നടത്തിയ പട്ടിണി ജാഥയെ അനുസ്മരിക്കുന്ന തരത്തിൽ അധികാരികൾ പലതിനെയും കണ്ടില്ല എന്ന് അടിച്ച സമയത്താണ് AKG ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. അന്ന് AKG പഠിപ്പിച്ചൊരു പാഠമാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സമരം ചെയ്യാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ ജനങ്ങളുടെ ഇടയിലൂടെ ജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനകീയമായൊരു ജാഥയായി വരുന്നത്. എന്തായാലും ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിൽ ഈ ജാഥയ്ക്ക് ഭംഗിയായ ഒരു സ്വീകരണം നൽകുവാനാണ് ആലപ്പുഴയിലെ പൗരാവലി തയ്യാറായിരിക്കുന്നത്. ഇവിടെ ആലപ്പുഴ ടൗണില് തെരുവോരത്ത് അവര് അന്തിയോളം 7-ാം തീയതി കായംകുളത്താണ് തെരുവില് അവര് തുടങ്ങുന്നത്. അപ്പൊ ഇത് നാളുവരെ ദർശിച്ചിട്ടില്ലാത്ത ഒരു സഹന സമരവും കൂടെ ആളുകളെ കൂടുതൽ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കി പിന്തുണ ആർജിക്കുക മാത്രമല്ല, ഇതിനകത്തൊരു സഹന സമരവും കൂടെ. എപ്രകാരമാണ് അവകാശ സമരത്തെ നേരിടുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. ഇത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ ഗവൺമെന്റിന്റെ ഒരു സമീപനം അങ്ങനെയാണ്, പല സമരങ്ങളോടുമുള്ള സമീപനം അങ്ങനെയാണ്. ഈ സമരം ജനങ്ങൾ ഏറ്റെടുത്തു എന്ന കാര്യത്തിൽ ഞാൻ സംശയിക്കുന്നു. കേരളത്തിലെ എവിടെ ചെന്നാലും, ഞാൻ കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു സംഘടന സംസ്ഥാന പ്രസിഡന്റിനെ കൂടെ സംഘടന. കേരളത്തിൽ എവിടെ ചെന്നാലും ആശാസമരത്തെക്കുറിച്ച് പറയാനാണ് ആൾക്കാർ കൂടുതലായും ഉള്ളത്. അപ്പോൾ ഇത് ജനം ഏറ്റെടുത്തൊരു സമരം. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളൊരു മാർച്ച് പോലെ അവിടെ നടത്തിയിരുന്നു. അതിനുശേഷം ഇവർ ജില്ലകൾ, ഇപ്പം നിലമ്പൂർ, മലപ്പുറത്ത് ഞങ്ങളുടെ നേതാവ് PV അൻവർ തന്നെ നേരിട്ടെത്തി അവരെ അഭിവാദ്യം ചെയ്യുകയും അവർക്കുള്ള പിന്തുണ അറിയിക്കുകയും രാത്രികാലങ്ങളിലുള്ള ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. എല്ലാ വീട്ടുകാരുമായും ഒരുപക്ഷെ എല്ലാ വ്യക്തികളുമായിട്ടും ആവശ്യത അനുഭവിക്കുന്നവരുടെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കി സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആശാവർക്കർ. ആ ആശാവർക്കറുടെ പ്രയത്നം കൊണ്ടാണ് ഈ ഭരണ നേട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എംപ്ലോയിമാർക്ക് തുല്യമായി ആശാവർക്കർമാരുടെ നിയമനം ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു ബില്ല് ആം ആദ്മി പാർട്ടിയുടെ MP അശോക് മിത്ര കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അടിസ്ഥാന ജനവിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ സമൂഹത്തിൽ ഒരു ഉന്നമനം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഏതറ്റം വരെയുള്ള പോരാട്ടത്തിനും ആശാവർക്കർമാരുടെ പോരാട്ടത്തിനും ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ കാണുമെന്ന് ഈ അവസരത്തിൽ ഇവിടെ അറിയിക്കും. വ്യക്തികളായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരല്ല, ഒരു സംഘടനയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്നതാണ്. സംഘടനയുടെ അനുമതിയോടുകൂടെയാണ് ഞാനും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ സമരം ഒരിക്കലും പരാജയപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആശാ വർക്കർമാരുടെ സമരത്തിന് ആദ്യമായിട്ട് എൻ്റെ പാർട്ടിയുടെ എല്ലാവിധ പിന്തുണ അറിയിക്കുകയാണ്. മനസ്സില്ല. അഭിവാദ്യങ്ങൾ.